ഹലോ, വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. കഴിഞ്ഞ 4 വർഷങ്ങളായി, പ്രത്യേകിച്ച് 2022 ഉക്രൈൻ യുദ്ധം തുടങ്ങിയത് മുതൽ ജിയോ പൊളിറ്റിക്കൽ ഇവന്റ്സ് ആഗോളതലത്തിൽ അനിശ്ചിതത്വവും അരക്ഷിതാവസ്ഥയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അനിശ്ചിതാവസ്ഥ എപ്പോഴും ഓഹരി വിപണികളെ ബാധിക്കും. ഈ വർഷം തുടക്കം മുതൽ ജിയോ പൊളിറ്റിക്കൽ ഇവന്റ്സ് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. US intervention in Venezuela, capture of the Russian flagged oil tanker by the US, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇറാനിലെ ജനകീയ പ്രക്ഷോഭവും ഇറാൻ ഭരണകൂടം അതിനെ മൃഗീയമായി ആയിരക്കണക്കിന് ആളുകളെ വധിച്ച് അടിച്ചമർത്തുന്നതും ലോകം ആശങ്കയോടെ നോക്കുകയാണ്. ഇറാനിൽ ഇടപെടുമെന്ന് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏത് രീതിയിൽ ഇടപെടും എന്നത് വ്യക്തമല്ല. ആദ്യ നടപടി എന്ന നിലയ്ക്ക് ഇറാനിന് മേൽ സമ്പൂർണ്ണ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. ഇറാനുമായി വ്യാപാരം ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ 25% കൂടുതൽ ടാരിഫ് നൽകേണ്ടി വരും എന്ന് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന് ഉടൻ പ്രാബല്യം ഉണ്ടാകും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇന്ത്യ ഇറാൻ ബൈലാറ്ററൽ ട്രേഡ് ചെറിയ തുകയാണ്, ഏകദേശം $1.6 ബില്യൺ മാത്രം. കയറ്റുമതി പ്രധാനമായും ബസ്മതി അരിയാണ്, ഇറക്കുമതി ഈന്തപ്പഴവും മറ്റു ചില പഴവർഗ്ഗങ്ങളും മറ്റും. ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വേറെ വിപണികളുണ്ട്. സോ ദിസ് വിൽ നോട്ട് ഇമ്പാക്ട് ഇന്ത്യാസ് ട്രേഡ്, ഇന്ത്യാസ് ഇക്കോണമി ആൻഡ് കോർപ്പറേറ്റ് ഏർണിങ്സ്. ചൈനയെ പോലെ ഇറാനുമായി വലിയ തോതിൽ വ്യാപാരം ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളെയാണ് ഇത് കൂടുതൽ ബാധിക്കുക. ഇന്ന് ഒരുപക്ഷെ ഉണ്ടാകാവുന്ന ഒരു പ്രധാന ന്യൂസ്, ഒരു ഇവന്റ്, US സുപ്രീം കോർട്ടിന്റെ ട്രംപ് ടാരിഫ്സിനെ സംബന്ധിച്ച റൂളിംഗ് ആണ്. ഇത് ഉണ്ടായേക്കാം, എങ്കിലും ഉറപ്പില്ല. സുപ്രീം കോർട്ട് റൂളിംഗ് ട്രംപ് ചുങ്കങ്ങൾക്ക് പ്രതികൂലമാവാനാണ് കൂടുതൽ സാധ്യത. ഇതാണ് ബെറ്റിംഗ് മാർക്കറ്റ്സിലെ സൂചനകൾ നൽകുന്നത്. സുപ്രീം കോർട്ട് റൂളിംഗ് ട്രംപ് ടാരിഫ്സിന് പ്രതികൂലമായാൽ അത് ട്രംപ് അഡ്മിനിസ്ട്രേഷനെയും അമേരിക്കൻ ഇക്കോണമിയെയും വിപണികളെയും താൽക്കാലികമായി ബാധിക്കും. എങ്കിലും പ്രസിഡന്റ് ട്രംപിന്റെ സ്വഭാവമനുസരിച്ച് അദ്ദേഹം മറ്റ് വഴികൾ തേടും. ഇപ്പോൾ സെനറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള റഷ്യ സാങ്ഷൻസ് ബിൽ നിയമസാധ്യതയുള്ള ആക്ട് ആക്കി പാസ്സാക്കിയതിനു ശേഷം വീണ്ടും ടാരിഫ് ചുമത്താനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഇത് എളുപ്പമാവില്ല, പ്രശ്നം സങ്കീർണമാണ്. ടാരിഫ്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഈ ട്രംപ് ടാരിഫ്സ് പ്രതികൂലമായി ബാധിച്ച ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ട്രംപിനെതിരായിട്ടുണ്ടായേക്കാവുന്ന ഈ വിധി അനുകൂലമായിരിക്കും. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് അനുകൂലമായിരിക്കും. കാത്തിരുന്ന് കാണണം. ഏറെ സങ്കീർണമായ, കലുഷിതമായ, അനിശ്ചിതത്വം നിറഞ്ഞ ഇപ്പോഴത്തെ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ നിക്ഷേപകർ എന്ത് ചെയ്യണം? ഇതാണ് പ്രസക്തമായ ചോദ്യം. അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണെങ്കിൽ, പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പതറാതെ ഇൻവെസ്റ്റ്മെന്റ് നിലനിർത്തുകയാണ് വേണ്ടത്. മാർക്കറ്റിൽ താഴ്ചയുണ്ടാകുമ്പോൾ അത് ഒരു ദീർഘകാല അവസരമായി കണക്കാക്കി നല്ല ഓഹരികൾ ഘട്ടം ഘട്ടമായി വാങ്ങുക. ഇഗ്നോർ the short-term volatility. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ചൊല്ലുണ്ട്, buy when there is blood on the street. Now there is blood on many streets in the world. Invest cautiously, invest wisely.